ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ റബീഹൽ. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ ചൂടിലായിരിക്കും അല്ലേ? നമുക്കറിയാം, ഈ ഒരു വർഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് എക്സാമുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫയർമാൻ ഡ്രൈവർ ആണെങ്കിലും, അതല്ല CPO ഡ്രൈവർ ആണെങ്കിലും, അതുപോലെ തന്നെ CPO എക്സ് സർവീസ്മാൻ ഡ്രൈവർ ആണെങ്കിലും ഒക്കെ നമ്മളെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമുകളാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന എക്സാമുകളാണ്. ഈ വർഷം തന്നെ വരാനിരിക്കുന്ന എക്സാമുകളാണ് അല്ലേ? അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകൾ, ഇപ്പോൾ 2025 ലാസ്റ്റിലും അതുപോലെ തന്നെ 2026 ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് എക്സാമുകളിലെ ബേസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം എക്സാമുകൾക്ക് അത്യാവശ്യം ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരള വനിതാ കമ്മീഷന്റെ നിലവിൽ അധ്യക്ഷനെയാണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് കുഞ്ഞായിഷ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ P സതീദേവി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ AK പ്രേമചന്ദ് തന്നിട്ടുണ്ട്, VR മഹിളാമണിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് നമ്മുടെ 2025 കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ P സതീദേവിയാണ് അല്ലെ? P സതീദേവിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അവരാണ് നിലവിൽ എന്തായിട്ടിരിക്കുന്നത്? കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഓക്കെ, വനിത എന്നൊക്കെ പറയുമ്പോൾ ദേവി എന്നൊക്കെ ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം സതി എന്ന് പറയുന്ന പ്രാക്ടീസ് എന്താണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റാവുന്ന കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P സതീദേവിയാണ് എന്നുള്ള കാര്യം നമ്മുടെ നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം റീസെന്റ് വന്നിട്ടുള്ള എക്സാമുകളിലായിട്ട് അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻസർ ബോധവൽക്കരണമാണോ, പേവിഷവാത പ്രതിരോധമാണോ, അതല്ല എയ്ഡ്സ് ബോധവൽക്കരണമാണോ, കോവിഡ് പ്രതിരോധമാണോ? അപ്പൊ 2025 ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ആരോഗ്യം ആനന്ദം എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് എന്താ പറയുന്നത്? ഫുള്ളായിട്ട് പറയുമ്പോൾ ആ ഒരു പദ്ധതിയുടെ ഫുൾ നെയിം പറയുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലെ? ആരോഗ്യം ആനന്ദം അർബുദം എന്ന് പറയുന്നതാണ് 2025 കാലഘട്ടങ്ങളിലായിട്ട് ആരംഭിക്കുന്ന ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ആരോഗ്യം ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല എക്സാമുകളിലായിട്ടും അടുത്തിടെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ടൈപ്പിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്യാൻസർ അവബോധനവുമായി അല്ലെങ്കിൽ ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 മാസത്തിൽ 2025 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. പഠിച്ചു വെക്കുക. ആരോഗ്യം ആനന്ദം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി മാസത്തിലാണ് തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാൻസർ ബോധവൽക്കരണം, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ പേരായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പഠിച്ചു വെക്കാനുള്ളത്, ഈ പറയുന്ന ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ് എന്നുള്ളതാണ്. അതുകൂടി ഇവിടെ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മഞ്ജു വാര്യർ ആണ് കേട്ടോ. ഓക്കെ, മഞ്ജു വാര്യർ ആണ് ഈ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി, ഈ പറയുന്ന ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് എന്നുള്ള കാര്യം കൂടെ നമുക്കിവിടെ പഠിച്ചു വെക്കാം. വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് എന്നാണ്? ഫെബ്രുവരി 4 കേട്ടോ. ഓക്കെ, ഫെബ്രുവരി 4 നമ്മൾ എല്ലാ വർഷവും വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ 2026 ഇതിന്റെ തീം എന്താണ് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2026 വേൾഡ് ക്യാൻസർ ഡേന്റെ പ്രമേയമായിട്ട് വരുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് കേട്ടോ. യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓക്കെ, യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്
2026 ഈ പറയുന്ന വേൾഡ് ക്യാൻസർ ഡേയുടെ പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കും. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഈ അപ്പോയിന്റ്മെന്റുകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള എക്സാമുകൾ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിക്കോട്ടെ, തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ക്ഷീര വികസനം, ഏതായിക്കോട്ടെ, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ, പഠിച്ചു വരുന്ന സമയത്ത് കേരളത്തിലെ മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഡീൽ ചെയ്യുന്നത് ഏത് വകുപ്പുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓരോ വകുപ്പുകളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ശിവൻകുട്ടീനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. പക്ഷെ വിദ്യാഭ്യാസം തൊഴിലും അദ്ദേഹം തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഒരു മന്ത്രിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നമുക്കറിയാം എ ഷാജഹാൻ ആണ് അല്ലെ. എ ഷാജഹാൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള എ ഷാജഹാൻ ആണ് നമ്മുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഇരിക്കുന്നത് എ ഷാജഹാൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ പഠിച്ചു പോവാം. ഗ്യാനേഷ് കുമാർ ആണ് അല്ലെ. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്യാനേഷ് കുമാർ ആണ് നിലവിൽ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാർ ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു ഫാക്ട് കൂടെ ഇവിടെ പഠിച്ചു പോവാം. എന്നാണ് നമ്മൾ എല്ലാ വർഷവും ഈ പറയുന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് അല്ലെങ്കിൽ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ളത് കൂടെ ഇവിടെ പഠിച്ചു വെക്കുക. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജാനുവരി 25-നാണ്. ഓക്കെ, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സമ്മതിദായക ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നത് ജാനുവരി 25-നാണ്. 1950 ജാനുവരി 25-നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലെ എല്ലാ വർഷവും നമ്മൾ ജാനുവരി 25 എന്ന് പറയുന്നത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സമ്മതിദായക ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. അപ്പൊ മറ്റൊരു ഫാക്ട് കൂടെ നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാം. അപ്പോൾ 2026 നമ്മുടെ ഈ പറയുന്ന നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയമായിട്ട് വരുന്നത് മൈ ഇന്ത്യ. ഓക്കെ, എന്റെ ഇന്ത്യ എന്റെ വോട്ട്. ഓക്കെ, മൈ ഇന്ത്യ മൈ വോട്ട് എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2025 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം കൂടെ അങ്ങ് പഠിച്ചു വെക്കാം. നത്തിങ് ലൈക്ക് വോട്ട്, ഐ വോട്ട് ഫോർ ഷുവർ, അല്ലെങ്കിൽ വോട്ട് പോലെ മറ്റൊന്നുമില്ല, ഞാൻ എന്തായാലും വോട്ട് ചെയ്യും എന്നുള്ളതാണ് 2025 നമ്മുടെ ഈ പറയുന്ന ദേശീയ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പൊ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അവാർഡുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന മറ്റൊരു ഏരിയ ആണ്. അപ്പോൾ 2025 രസതന്ത്ര നൊബേൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ അല്ലെ, അല്ലെങ്കിൽ MOF മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് 2025 രസതന്ത്ര നൊബേൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ M. മാർട്ടിനസ് ആണ്. ജോൺ M. മാർട്ടിനസ് ആണ് ഉൾപ്പെടാത്തത്. അപ്പൊ ബാക്കിയുള്ള 3 പേര് ആരാണ് എന്നുള്ളത് കൂടെ നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാം. സുസൂമി കിറ്റിഗാവ വരുന്നുണ്ട്, ഒമർ യാഗി വരുന്നുണ്ട്, റിച്ചാർഡ് റോബ്സൺ വരുന്നുണ്ട്. റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി, അതുപോലെ തന്നെ സുസൂമി കിറ്റിഗാവ, ഇവർക്ക് 3 പേർക്കാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തത്തിനായിട്ട് 2025 രസതന്ത്ര നൊബേൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇനി എക്സാമുകൾക്ക് പോകുമ്പോഴും 2025 രസതന്ത്ര നൊബേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വെക്കാം. ഇതും റീസെന്റ് നടന്ന എക്സാമുകളിലൊക്കെ അത്യാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ലിറ്ററേച്ചറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആർക്കാണ് വരുന്നത്? സാഹിത്യത്തിന് അല്ലെ. സാഹിത്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നോസ്കിക്കാണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ലാസ്ലോ എന്ന് മാത്രമെങ്കിലും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ എല്ലും വെച്ചങ്ങ് കണക്ട് ചെയ്താൽ മതി.
മതി. ഓക്കെ, ലിറ്ററേച്ചറിലെ എല്ലും അതുപോലെ തന്നെ ലാസ്ലോയിലെ എല്ലും വെച്ചങ്ങ് കണക്ട് ചെയ്യുക. ലാസ്ലോ ക്രാസ്നോസ്കിക്കാണ് 2025 നമ്മുടെ ലിറ്ററേച്ചറിലുള്ള നൊബേൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള പലതവണയായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് 2025 തന്നെ നമ്മുടെ ഈ പറയുന്ന സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ആർക്കാണ് പോകുന്നത് എന്നുള്ളത് അല്ലെ. മരിയ കൊരീന മച്ചാഡോക്കാണ് അല്ലെ. മരിയ കൊരീന മച്ചാഡോക്കാണ് 2025 വെനസ്വലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ കൊരീന മച്ചാഡോക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ളതും ഇപ്പൊ ഈ പറയുന്ന എക്കണോമിക്സിലൊക്കെ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ എല്ലാം ഒന്ന് പഠിച്ചു വെക്കാം. നമ്മൾ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നൊബേൽ ആർക്കാണ് പോകുന്നത് എന്നുള്ളത് സെപ്പറേറ്റ്ലി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും അത് ഇനിയുള്ള എക്സാമുകൾക്ക് എന്തായാലും പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ആരാണ് നിലവിൽ നമ്മുടെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അൻഷുല കാന്ത് ആണോ, അജയ് ബംഗയാണോ, ജോർജ് സൂറോസ് ആണോ, അതല്ല പർഗജിത് സിൻഹയാണോ? ഇതിൽ ആരാണ് നമ്മുടെ നിലവിലെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇനി നമുക്ക് മറ്റു 3 ചോദ്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ 5G വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 6G ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ്. അമേരിക്ക ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്, കൊറിയ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യമായിട്ട് 6G പരീക്ഷണം നടത്തിയിട്ടുള്ളത് നമ്മുടെ ചൈനയാണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ചൈനയാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ചൈനയാണ് 6G പരീക്ഷണം നടത്തിയിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ചോദിച്ച് കാണുന്ന മറ്റൊരു ഏരിയയാണ്, ഈ പറയുന്ന ഇമ്പോർട്ടന്റ് കേസിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നാണ് എന്നുള്ളത്. എന്നാണ് വരുന്നത്? ഡിസംബർ 10-നാണ് അല്ലെ. ഡിസംബർ 10-നാണ് നമ്മൾ എല്ലാ വർഷവും എന്തായിട്ട് കൊണ്ടാടുന്നത്? ഈ പറയുന്ന ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറിഡേ എസെൻഷ്യൽ എന്ന് പറയുന്നതാണ് 2025 ഈ പറയുന്ന ലോക മനുഷ്യാവകാശത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം കൂടെ. അവിടെ നമുക്ക് എല്ലാ ദിവസത്തിന്റെയും പ്രമേയം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന, അത്യാവശ്യം റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്ന ചില ഡേയ്സ് ഉണ്ട്. അതിന്റെയൊക്കെ പ്രമേയം ഒന്ന് പഠിച്ചേക്കുക. അതിൽ വരുന്നതാണ് ഈ പറയുന്ന സമ്മതിദായക ദിനമാണെങ്കിലും അതല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണെങ്കിലും തണ്ണീർത്തട ദിനമാണെങ്കിലും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. തണ്ണീർത്തട ദിനമാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ്ലി തീമുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നതാണ്. സോ അതവിടെ പഠിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് 23 അല്ലെ. നാഷണൽ സ്പേസ് ഡേ ഇതൊക്കെ ചോദിച്ച് അതിന് കാണുന്നതാണ്. അതിൻ്റെയൊക്കെ തീമുകളും കാര്യങ്ങളും ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ലോക മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10-നാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ നമ്മൾ പറയുന്ന സമയത്ത് ആരാണ് വരുന്നത്? വിജയഭാരതി സഹാനിയാണ്. ഓക്കെ, വിജയഭാരതി സയാനിയാണ് നമ്മുടെ നിലവിലെ എന്തായിട്ട് വരുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇത്തരത്തില് എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദിവസങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് എന്താണ് ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ ജാനുവരി 5, ഏപ്രിൽ 22, സെപ്റ്റംബർ 16, അതുപോലെ തന്നെ മെയ് 22. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം അല്ലെ, ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവാം. അപ്പൊ ഇതിൽ നമുക്കറിയാം ജാനുവരി 5 എന്ന് പറയുമ്പോൾ എന്താണ്? ജാനുവരി 5 എന്ന് പറയുന്നത് നമ്മള് ദേശീയ പക്ഷി ദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. ജാനുവരി 5 എന്താണ്? ദേശീയ പക്ഷി ദിനമാണ്. ഓക്കെ, അടുത്ത ഏപ്രിൽ 22 എന്ന് നമ്മൾ പറയുമ്പോൾ ഏപ്രിൽ 22ന്റെ പ്രത്യേകത എന്താണ്? ഏപ്രിൽ 22-നാണ് നമ്മൾ ഭൗമ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഏപ്രിൽ 22 എന്താണ്? ഭൗമ ദിനമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 16 റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്. ഓസോൺ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം സെപ്റ്റംബർ 16-നാണ് അല്ലെ. സെപ്റ്റംബർ 16-നാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ മെയ് 22 എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര ജൈവ
വൈവിധ്യ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് ഈ പറയുന്ന മെയ് 22 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഓസോൺ ദിനവും അതുപോലെ തന്നെ ഭൗമദിനവും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ മറ്റൊരു ചോദ്യം, ഇതും അത്യാവശ്യം തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും അതുപോലെ തന്നെ ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പൊ ISS Crew 9 മിഷന്റെ ഭാഗമായിട്ട് സുനിത വില്യംസും അവരുടെ സംഘങ്ങളൊക്കെ അവിടെ കുടുങ്ങി ബഹിരാകാശത്ത് തങ്ങി പോകുന്നതൊക്കെ നമ്മൾ ന്യൂസുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അവരെ തന്നെ തിരിച്ചെത്തിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അവർ മടക്കയാത്രക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബഹിരാകാശ പേടകം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് വരുന്നത്? സ്റ്റാർലൈനർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്കവറി ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്, കൊളംബിയ ഉണ്ട്. നമ്മുടെ ഡ്രാഗൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ്, ഫ്രീഡം എന്ന് പേര് വരുന്ന ക്രൂ ഡ്രാഗൺ അല്ലെങ്കിൽ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ്, സ്പേസ് എക്സിന്റെ ക്രാഫ്റ്റിലാണ് അവർ തിരിച്ച് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതും പലതവണയായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ, ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അതും അത്യാവശ്യം തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോട്ട് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഇതിന്റെ കമാൻഡർ ആരായിട്ടാണ് ഉണ്ടായിരുന്നത്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തോട്ട് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അല്ലെ നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ആക്സിയം 4 എന്ന് പറയുന്ന മിഷന്റെ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ആക്സിയം 4 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്തോട്ട് പോകുന്നതായിട്ട്. ഈ പറയുന്ന ആക്സിയം 4 എന്ന് പറയുന്ന മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു മിഷനിൽ ആക്സിയം 4 എന്ന് പറയുന്ന മിഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്സിയം 4 എന്ന് പറയുന്ന മിഷനിൽ മെയിൻ ആയിട്ടും 4 രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇതൊരു പ്രീവിയസ് എ ക്വസ്റ്റ്യൻ ആണ്. അതായത് താഴെ പറയുന്നതിൽ ഈ പറയുന്ന ആക്സിയം 4 മിഷനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ, ഉൾപ്പെടാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. അത് ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ USA, ഇന്ത്യ, പോളണ്ട്, ഹംഗറി ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് ആക്സിയം 4 മിഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആയിരുന്നു ആക്സിയം 4 എന്ന് പറയുന്നത്. നാസ ആണെങ്കിലും അതുപോലെ തന്നെ സ്പേസ് എക്സ് ആണെങ്കിലും ആക്സിയം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആക്സിയം സ്പേസ് ആണെങ്കിലും ISRO ഇവര് 4 കൂടെ ചേർന്നുകൊണ്ട് ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിക്കൊണ്ട് ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിഷൻ ആയിരുന്നു ഇത്. അപ്പൊ ഇതില് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു മിഷൻ അത് ലോഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നോക്കിയ ടെക്സസ് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആക്സിയം സ്പേസ് എക്സുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2025 ജൂൺ 25 കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്, US കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നതായിട്ട്. 2025 ജൂൺ 25 കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇത് ഈ ഒരു മിഷന്റെ വിക്ഷേപണം നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഇവര് പിന്നീട് ഈ പറയുന്ന ഫാൽക്കൺ 9 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. ജൂലൈ 15 ജൂണിൽ പോയി ജൂലൈ 15 അവര് തിരിച്ചെത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കണം. അതിലൊന്നാണ് നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. പൈലറ്റ് ആയിട്ട് ആക്സിയം 4 മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. രാകേഷ് ശർമ്മക്ക് ശേഷം പിന്നീട് ബഹിരാകാശത്തോട്ട് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ട് ഇവിടെ ഓർമ്മിച്ചു വെക്കാനുണ്ട്. നമ്മുടെ ISS അതല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാംശു ശുക്ല എന്നുള്ള കാര്യം. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. പക്ഷേ ഇന്ത്യയിൽ ബഹിരാകാശത്തോട്ട് പോകുന്ന രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തോട്ട് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. നമ്മുടെ ആക്സിയം 4 മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് ഇദ്ദേഹം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു വെക്കാനുള്ള മറ്റൊരു പേരാണ് ഈ ഒരു ആക്സിയം 4 മിഷന്റെ കമാൻഡർ ആരായിരുന്നു എന്നുള്ള കാര്യം. പെഗ്ഗി വിൽസൺ ആണ് കേട്ടോ. പെഗ്ഗി
പെഗ്ഗി വിൽസൺ ആയിരുന്നു ഈ ഒരു ആക്സിയം ഫോർമേഷന്റെ കമാൻഡർ ആയിട്ടുണ്ടായിരുന്നെ. ആ കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്, നമ്മുടെ പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് മറ്റ് 2 ചോദ്യങ്ങള്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മൾ നേരത്തെ ആക്ടിംഗ് ചെയർപേഴ്സണെ കണ്ടു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. വി രാമസുബ്രഹ്മണ്യൻ ആണ് അല്ലെ. രാമസുബ്രഹ്മണ്യൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേയ്സിലെ മറ്റൊരു ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നുള്ളത് അല്ലെ. നമുക്കറിയാം ലോക തണ്ണീർത്തട ദിനം എന്നാണ്. എല്ലാ വർഷവും നമ്മൾ ഫെബ്രുവരി 2-നാണ് എന്തായിട്ട് കൊണ്ടാടുന്നത്, ഈ പറയുന്ന ലോക തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2026 ഇതിന്റെ തീം കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷമാക്കുന്നു എന്ന് പറയുന്നതാണ് 2026 ഈ പറയുന്ന ലോക തണ്ണീർത്തട ദിനത്തിന്റെ ഫെബ്രുവരി 2 പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ, RBI ഗവർണർ ആരാണ് എന്നുള്ളതാണ്. ആരാണ് നമുക്കറിയാം, സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് നമ്മുടെ നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് റീസെന്റ് നടന്ന എക്സാമുകളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കറിയാം 2025-ലും 26-ലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സാമുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്കായിട്ട് ഫയർമാൻ ഡ്രൈവറിന്റെ ബാച്ചുകൾ, പുതിയ ബാച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പമുള്ള PDF നോട്ടുകൾ, മെന്റർഷിപ്പ് കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ എക്സാമുകൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിലുള്ള ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്